ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിങ്കളാഴ്ച എടുത്ത വീഡിയോയാണ്. രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഇന്നിപ്പോൾ ബിരിയാണി വെക്കണം. ചേട്ടായിക്ക് ഉച്ചയ്ക്കത്തേക്ക് കൊടുത്തു വിടുന്നതും ബിരിയാണിയാണ്. തലേദിവസം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ചേട്ടായിക്ക് ഒരു കയറിക്കൂടൽ ഉണ്ടായിരുന്നതുകൊണ്ടേ ഞാൻ ബിരിയാണി വെച്ചില്ല. ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ, ചേട്ടായും കൂടെ ഉള്ളപ്പോൾ വെക്കാമെന്നൊക്കെ ഓർത്ത് ഞാൻ തലേദിവസം വെച്ചില്ല, ഞായറാഴ്ച വെച്ചില്ല. അതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുക. രാവിലത്തെ കാപ്പിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ മാവൊക്കെ കുഴച്ച് വെച്ചു. തലേദിവസത്തെ ബീഫ് കറി ഇരിപ്പുണ്ട്. അന്നേരം എളുപ്പമാണല്ലോ, ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി, കറിയൊന്നും വെക്കണ്ടല്ലോ. പിന്നെ നമ്മുടെ മുറ്റത്തുണ്ടായതോട്ടോ ഈ ചോളമൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരിയൊക്കെ ചതച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ, ചിലത് 1 വിസിലടിച്ചാൽ വേകും. ഇതിപ്പോൾ 2 വിസിലടിച്ചപ്പോഴാണ് വെന്തത്. ഇവിടെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്നതോ അല്ലെങ്കിൽ അക്കുവിന് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയൊക്കെയാണ്. അത് നല്ല മയത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് നല്ല മയത്തിലൊക്കെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നല്ല മയത്തിൽ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാതകമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് പാതകത്തിൽ തന്നെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ച് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. തലേദിവസം മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഒരു അരമണിക്കൂർ പുറത്തെടുത്ത് വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കിയാലും നല്ല ചപ്പാത്തിയായിട്ട് കിട്ടും. സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ പിള്ളേരെ സ്കൂളിലൊക്കെ വിടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. കുറച്ചേറെ സവാള വറുത്തെടുക്കണം. അതുകൊണ്ട് 2-3 ട്രിപ്പൊക്കെ ആയിട്ടാണ് സവാള വറുത്തെടുത്തത്. ഞാൻ സാധാരണ വെക്കുന്ന ഒരു രീതിയിലല്ല ഇപ്രാവശ്യം ബിരിയാണി വെക്കുന്നത്. വേറൊരു വെറൈറ്റി ആയിട്ട് ബിരിയാണി വെക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ സവാള ഒരുപാടങ്ങ് ബ്രൗൺ നിറം ആവുന്നിടം വരെ വറുത്ത് എടുക്കരുത്. ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ ചെറിയൊരു ബ്രൗൺ നിറമായി തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. പിന്നെ ഇങ്ങനെ നിരത്തിയിട്ട് കൊടുത്താൽ മതി, നന്നായിട്ട് കളറൊക്കെ ആയി വരും. ഇത് ബീഫിൻ്റെ മസാലയിലേക്ക് ചേർക്കാനുള്ള സവാളയാണ്. ഈ ഒരു സവാള ചേർക്കുമ്പോൾ തന്നെ ബീഫിന് നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ ഈ ഉള്ളി വറുത്തില്ലേ, ആ എണ്ണ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. എണ്ണയും നെയ്യും ഉണ്ട് ഇതിനകത്ത്. രണ്ടും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ്. അത് രണ്ടും കൂടെ ചേർത്തിട്ട് വേണം, മിക്സ് ആക്കിയിട്ട് വേണം ഈ സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പം സവാളയല്ലേ ആദ്യം വഴറ്റുന്നത്. ഇത് തക്കാളി കേട്ടോ ആദ്യം വഴറ്റുന്നത്. ഒരു 2 മിനിറ്റ് തക്കാളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് ചേർക്കണം. അരഞ്ഞു പോകല്ലേ, ഒന്ന് ചതച്ചിട്ട് അത് ചേർത്ത് പിന്നെ ഇതൊരു 10-15 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ട് പച്ചമണമൊക്കെ പോയി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം പോകണം. പിന്നെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരികയും വേണം. ഈ തക്കാളി ശരിക്കും പഴുത്തതല്ല, അതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഉടഞ്ഞൊന്നും വരത്തില്ല. നല്ല പഴുത്ത തക്കാളി എടുക്കുന്ന കേട്ടോ നല്ലത്. ഒരു 15 മിനിറ്റ് ഞാൻ ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്നത് ചേർക്കുക. ഈ ബീഫിൽ നെയ്യും പിന്നെ കുറച്ച് എല്ലിൻ്റെ കഷ്ണങ്ങളും എല്ലാം വേണം, എന്നാലേ ബിരിയാണിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ ബീഫ് ചേർത്തിട്ട് ഒന്ന് ഇളക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള ചേർക്കുക. 1 കിലോ അരിയും 1 കിലോ ബീഫും കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു 3 മീഡിയം സൈസ് ഉള്ള സവാളയാണ് വറുത്ത് ചേർത്തേക്കുന്നത്. 3 തക്കാളിയും ചേർത്തിട്ടുണ്ട്. മസാലയൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ സവാളയും തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം. ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം ഇത് കുക്കറിലേക്ക് മാറ്റുക കേട്ടോ. ബീഫ് നന്നായിട്ട് വെന്ത് വരണമല്ലോ. ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ബീഫിന് പലതിനും പല വേവായിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 വിസിലടിച്ച് 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ വേവിച്ചത്, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ബീഫിൻ്റെ മസാലയൊക്കെ വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ചോറ് വെക്കുക. നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഇഷ്ടമാണെങ്കിൽ ഒരു ശകലം പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ സാധാരണ നെയ്ച്ചോറ് വെക്കുമ്പം പെരിഞ്ജീരകം ചേർക്കാറുള്ളതാണ്, പക്ഷേ ഇപ്പം ഇട്ടിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു സവാള ഞാൻ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കളറൊന്നും മാറണ്ട, കളറ് മാറിയാൽ ചോറിൻ്റെ ആ വെള്ള കളർ മാറിപ്പോകും. അതുകൊണ്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ. എന്നിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജീരകശാല അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് അരി എടുത്തേക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് അരി എന്ന് പറയുമ്പം 1 കിലോ തന്നെയാണ്.
അരി വറുത്തിട്ട് നെയ്ച്ചോറ് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വറുത്തിട്ടില്ല, വെള്ളത്തിലേക്ക് അരി ഇടുക ചെയ്യുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ വേണം അരി ഇടാൻ വേണ്ടിയിട്ട്. അരിയിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇടാൻ. അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചോറിൽ നമ്മൾ വെച്ച വെള്ളത്തിൻ്റെ അളവ് തെറ്റും, പിന്നെ ചോറ് കുഴഞ്ഞും കട്ട പിടിച്ചുമൊക്കെ പോകും. അതുകൊണ്ട് അരി കഴുകി കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിയിട്ട് വേണം അരി ഇടാൻ വേണ്ടിയിട്ട്. രാവിലെ ബിരിയാണി ഉണ്ടാക്കി, ചേട്ടായിക്ക് ഉച്ചക്കത്തേക്കുള്ളത് കൊടുത്തൊക്കെ വിട്ടു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. കഴിക്കാൻ വിളമ്പുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ബീഫ് കണ്ടോ, ഈ സവാള വറുത്തതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല മസാലയുടെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ മുളകോ മല്ലിയോ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, ഈ സവാളയുടെ കളറാണ് ഇങ്ങനെ കാണുന്നത്. ചോറ് ശകലവും കൂടെ വേകാനുണ്ട്. ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വെക്കുക കേട്ടോ. ചെറുതായിട്ട് വെള്ളം നനവും ഉണ്ട്, അപ്പോൾ ഞാൻ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചു. അത് കഴിഞ്ഞേച്ച് നന്നായിട്ട് ഒരു അടപ്പ് കൊണ്ട്, ഒട്ടും ആവി പോകാത്ത നല്ല ഒരു അടപ്പ് കൊണ്ട് അടച്ചേച്ച് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ചാൽ മതി. ആ ബീഫിൻ്റെ മസാലയുടെ കുക്കറിന് നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെ ഞാൻ മുകളിലേക്ക് എടുത്ത് വെച്ചതേ. അല്ലെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചാലും മതി. തീ ഓഫാക്കിയിട്ട് ആ ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വെച്ചത്. അന്നേരം ആ വെള്ളനനവ്, ചെറിയ വെള്ളനനവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആ വെള്ളനനവൊക്കെ പോയി ചോറൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ ചോറ് വെച്ച പാത്രത്തിൽ നിന്ന് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ഞാൻ മസാലയൊക്കെ അതിലേക്ക് ഇട്ടു. മസാലയ്ക്കും ചോറിനും നല്ല ചൂട് വേണം ദം ചെയ്യുന്ന സമയത്ത്. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മല്ലിയില ഇടുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ മുളകും മല്ലി മഞ്ഞൾ കുരുമുളക് അങ്ങനത്തെ ഒരു സാധനവും വേണ്ട. ഇത്രയും കുറഞ്ഞ അളവിൽ മസാല മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് സവാള വറുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറിട്ടിട്ട് ലെയറാക്കി ദം ചെയ്യാൻ വേണ്ടി പോകുവാണേ. ഒരു ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ മല്ലിയില, സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം വറുത്തത് ഇട്ട് കുറച്ച് നെയ്യും ഒക്കെ ഒഴിച്ച് അങ്ങനെ കേട്ടോ ദം ചെയ്യുന്നത്. 2 ലെയറാക്കിയിട്ടാണ് ചോറ് ഇട്ടേക്കുന്നത്. ചോറിൽ വെള്ളമൊക്കെ പറ്റിയിട്ട് ശകലം വേവ് കുറവ് പോലൊക്കെ തോന്നുവാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തീയൊക്കെ ഓഫാക്കിയിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള സാധനം എടുത്ത് വെച്ചാൽ കുറച്ച് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചാൽ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ആ ചൂടോടെ നന്നായിട്ട് നല്ല ആവിയൊന്നും പുറത്ത് പോകാത്ത അടപ്പ് കൊണ്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അടി പിടിക്കുമോ അങ്ങനെയൊന്നും പേടിക്കണ്ടല്ലോ നമുക്ക്. അതുകൊണ്ട് കേട്ടോ ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തതേ. അടുപ്പിലാണ് ഈ ബിരിയാണി വെക്കുന്നതെങ്കിൽ ഈ മസാലയും ചോറും ഒക്കെ ലെയറാക്കി ഇട്ട് കഴിഞ്ഞിട്ട് മുകളിൽ കനലിട്ടിട്ട് താഴത്തെ തീയെല്ലാം എടുത്ത് മാറ്റി അങ്ങനെ ദം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഗ്യാസേ വെച്ചേക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ മുകളിൽ വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെക്കുക കേട്ടോ ചെയ്യുന്ന സാധാരണ. അടിയിൽ ആ ബീഫിൻ്റെ മസാല കരിഞ്ഞു പിടിക്കുമോ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ പഴയ ദോശക്കല്ലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ബിരിയാണി ചെമ്പ് വെച്ചിട്ട് ദം ചെയ്ത് എടുത്താൽ മതിയേ. ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കുകയും കൂടെ ചെയ്താൽ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.